ഏവർക്കും ദേവതാരിവിലേക്ക് സ്വാഗതം. അമാവാസിയിലെ ഭദ്രകാളി ഭജനം എത്ര കടുത്ത ദുരിതവും മാറ്റും. ഭദ്രകാളി ഉപാസനയ്ക്കും ദുർപൂജയ്ക്കുമൊക്കെ ഏറ്റവും നല്ല ദിവസമാണ് അമാവാസി അഥവാ കർത്തവാവ്. ഇതിനെപ്പറ്റിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാ മാസവും അമാവാസി അല്ലെങ്കിൽ കർത്തവാവ് വരാറുണ്ട്. ഈ ദിവസം വ്രതം നോറ്റ് ഭദ്രകാളി ക്ഷേത്ര ദർശനം, വഴിപാട് എന്നിവ നടത്തി പ്രാർത്ഥിച്ചാൽ അതിവേഗം അഭീഷ്ടസിദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം. അത്ഭുത ശക്തിയുള്ള കാളി മന്ത്രങ്ങളും ഭദ്രകാളി അഷ്ടോത്തരവും ജപിച്ച് തുടങ്ങി ഈ ഒരു ദിവസം ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ വളരെ ഉത്തമമാണ്. അമാവാസിക്ക് പുറമെ ചൊവ്വ, വെള്ളി ദിവസം, ഭരണി നക്ഷത്രം എന്നിവയും ഭദ്രകാളി പ്രീതി നേടാനായിട്ട് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ്. ജീവിത ദുരിതങ്ങളും ശത്രുദോഷങ്ങളും ആഭിചാര ദോഷങ്ങളും പിതൃദോഷങ്ങളും എന്നിവയാലൊക്കെ വിഷമിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി നേടാനായിട്ട് ഏറ്റവും ഗുണകരമാണ് അമാവാസി ആചരണം. ഈ ഉഗ്രമൂർത്തികളെ പ്രാർത്ഥിക്കുന്നതിന് കർത്തഭാവം വളരെ നല്ലതാണ്. അമാവാസിയിലെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഫലം ലഭിക്കുകയും ചെയ്യും. ഇനി മംഗളകർമ്മങ്ങൾ ആരംഭിക്കാൻ ഉത്തമം അല്ലെങ്കിലും ഭദ്രകാളി, അഹോര ശിവസങ്കല്പം, നരസിംഹം, പ്രത്യങ്കിര, വനദുർഗ, രക്തേശ്വരി, രക്തചാമുണ്ടി, ബകളാമുഖി, ഹനുമാൻ, ശനി, നാഹങ്ങൾ എന്നിവയുടെ ഉപാസനയ്ക്ക് കർത്തഭാവ ദിവസം അല്ലെങ്കിൽ അമാവാസി ദിവസമൊക്കെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഇനി പിതൃപ്രീതിക്ക് ഗുണകരമായ വ്രതമാണ് അമാവാസി അഥവാ കർത്തഭാവ വ്രതം. എല്ലാ മാസവും അമാവാസി വ്രതം എടുക്കാം. പിതൃക്കൾക്ക് വേണ്ടി ബലിയൂട്ടുകയും അന്നദാനം, പുരാണ പാരായണം, തിലഹോമം, പ്രാർത്ഥന എന്നിവ നടത്തുകയും വേണം. തീർത്ഥഘട്ടങ്ങളിൽ ദർശനം നടത്തി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അതിവിശേഷമായ കാര്യമാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിക്കാം. രാവിലെയും വൈകിട്ടും മിതമായിട്ട് ആഹാരം ഭക്ഷിക്കുന്നതായിരിക്കും ഈ ദിവസം നല്ലത്. ബലിതർപ്പണത്തിനും ഏറെ വിശേഷമാണ് ഈ ദിവസം. ഇനി ദുർമൃതി അടഞ്ഞവരുടെ മോക്ഷത്തിന് ഈ വ്രതധാരണം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുപോലെ 18 അമാവാസി നാളിൽ വ്രതം സ്വീകരിക്കുന്നവരുടെ പൂർവിക തലമുറ മുഴുവനും ദുരിതമോചിതരാകുമെന്നാണ് പുറമേയുള്ള പൊതുവെയുള്ള ഒരു വിശ്വാസം. അതിലൂടെ മുൻജന്മ പാപങ്ങളൊക്കെ അകന്ന് നമുക്ക് സന്തോഷവും സമാധാനവും അഭീഷ്ടസിദ്ധിയും നേടാനായിട്ട് സാധിക്കും. എല്ലാ അമാവാസിയും വ്രതത്തിന് ഉത്തമം ആണെങ്കിലും കർക്കിടകവും തുലാമാസങ്ങളിലെ കർത്തഭാവവും ഒക്കെയാണ് ഏറെ വിശേഷപ്പെട്ട ദിവസം. ഏതൊരു വ്രതത്തിലും ഏറ്റവും പ്രധാനം മനഃശുദ്ധി തന്നെയാണ്. അതുപോലെ തന്നെ അമാവാസിയിൽ ഈ വ്രതത്തിനും തികഞ്ഞ മനഃശുദ്ധി ആവശ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും തികഞ്ഞ ഒരു ഭക്തിയോടെയും മനഃശുദ്ധിയോടെയും ഏകാഗ്രതയോടെയും വ്രതമെടുത്താൽ ഏതൊരു കാര്യത്തിനും ഇവിടെ അത്ഭുതകരമായ ഈ ദിവസത്തെ ഒരു വ്രതം കൊണ്ട് ഫലസിദ്ധി ഉണ്ടാകും. മനസ്സിനെയും വികാരങ്ങളെയും ഒക്കെ അടക്കി ഈശ്വര ചൈതന്യത്തിൽ പ്രാർത്ഥന കൊണ്ട് കുറച്ച് നേരമെങ്കിലും ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഊർജം തന്നെയാണ് പുണ്യമെന്ന് പറയാം. പ്രാർത്ഥനയും ജപവും വെറുതെ നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന 1000 മന്ത്രജപത്തേക്കാൾ ശ്രദ്ധയോടെ ചെയ്യുന്ന 8 തവണ അല്ലെങ്കിൽ 1 തവണ ചെയ്യുന്ന ആ മന്ത്രജപത്തിന് അസാമാന്യ ശക്തിയും ഫലദാന ശേഷിയുമുണ്ട്. മന്ത്രങ്ങൾ ഗുരുമുഖത്തിൽ നിന്നും സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഉച്ചാരണത്തിൽ തെറ്റുവരാൻ പാടില്ല. മന്ത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. അത് കറക്റ്റായിട്ട് ഉച്ചരിച്ച് മാത്രം നമ്മൾ സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെ തെറ്റുകൂടാതെ ചൊല്ലുവാനായിട്ട് ശ്രദ്ധിക്കുക. വ്രതമെടുക്കുന്നവർ ചടങ്ങിന് വേണ്ടിയിട്ട് ഉപാസിച്ചുകൊണ്ട് ഈ മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. നല്ല ചിന്തയും കഴിയുന്നത്ര പ്രാർത്ഥനയും വ്രതമെടുക്കുന്നവർ കർശനമായിട്ട് പാലിക്കണം. അതോടൊപ്പം ഏറ്റവും വേണ്ട കാര്യം ശാരീരിക ബന്ധവും ലൈംഗിക വിഷയ ചിന്തയും സംസാരവുമെല്ലാം പരമാവധി ഒഴിവാക്കി വേണം ഈ ദിവസത്തെ വ്രതമെടുത്ത് ഭദ്രകാളി ഉപാസന ചെയ്യുവാനായിട്ട്. ഈ അമാവാസി ദിവസം ജപിച്ചു തുടങ്ങിയാൽ അതിവേഗം ഫലം ലഭിക്കുന്ന ഉഗ്രശക്തിയുള്ള മഹാകാളി മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ മന്ത്രം അമാവാസി തുടങ്ങി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു 48 തവണ വീതം ജപിച്ചാൽ ജപം തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ ജപം തീരുന്ന ആ സമയത്തിലും മഹാകാളി ധ്യാന ശ്ലോകം ഒരു 3 പ്രാവശ്യം ചൊല്ലണം. ഇത് മുടങ്ങാതെ 28 ദിവസം അങ്ങനെ ചൊല്ലണം. അശുദ്ധി ഉണ്ടായാൽ അത് മാറിക്കഴിഞ്ഞ് 28 ദിവസം പൂർത്തിയാക്കിയാൽ മതി. ഇനി യാതൊരു വ്രതവും ഇതിന് വേണ്ട. മത്സ്യമാംസാദി ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മചര്യവും വേണ്ട. അതുപോലെ മന്ത്രോപദേശം നിർബന്ധമാണ്. വടക്ക് അഭിമുഖമായിരുന്ന് ജപിക്കണം. വെളുത്ത വസ്ത്രമാണ് ജപസമയത്ത് ധരിക്കേണ്ടത്. പൂജാമറിയിൽ ദിക്ക് പ്രധാനമല്ല. ശവത്തിൻ്റെ മുകളിലിരിക്കുന്ന കാളിയെ പൂജിക്കുന്നവർക്ക് സകല ഐശ്വര്യവും സിദ്ധിക്കും. സുമുഖി കാളി ധ്യാനം
സുമുഖി കാളി മന്ത്രം എന്നും ഇതൊക്കെ അറിയപ്പെടുന്നു. മഹാകാളി ധ്യാനം ഇതാണ്. ഇത് അത് കൂടുതലും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് വേണം, നമ്മളത് തെറ്റില്ലാതെ വേണം അത് ചൊല്ലുവാനായിട്ട്. അത് ധ്യായേത് കാളീം മഹാകായാം ത്രിനേത്രാം ബഹുരൂപിണീം നരമുണ്ടം തഥാ ഖഡ്ഗം കമലം ചവരം തഥാ ചതുർഭുജാം ചലജിഹ്വാം പൂർണ്ണചന്ദ്ര നിപാനനാം നീലോൽപല ദളശ്യാമാം ശത്രുസംഘവിധാരിണീം നിർഭയാം രക്തവദനാം ദംഷ്ടാളിഹോരരൂപിണീം സാട്ടഹാസനിരസ്തനാരീം സർവദാം ചതി ഗംഭരീം ശവാസനസ്ഥിതാം ദേവീം മുണ്ടമാലാ വിഭൂഷിതാം ഹോരരൂപാം ഭീഷണാസ്യാം മഹാകാളീം സദാ സ്മരേത്. ഇത് അസുര ശിരസ് കോർത്ത് മാലയണിഞ്ഞ് ശവത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഭയാനക ചിത്രമാണ് മഹാകാളിയുടേത്. അത് ഞാനീ പറഞ്ഞ ഈ ഒരു മന്ത്രം ഒരു 3 പ്രാവശ്യം ജപിച്ച് മനസ്സിൽ ദേവീഭാവം ഉറപ്പിക്കണം. അതിനുശേഷം മഹാകാളി മന്ത്രം ജപിക്കാം. മഹാകാളി മന്ത്രം ഇതാണ്: ഓം ഉച്ഛിഷ്ട ചണ്ഡാലിനീം സുമുഖീ ദേവി മഹാകാളീം കാലഭൈരവ പ്രിയംകരീം മഹാകാളി പിശാചിനി വേദാന്തർഗതേ നിത്യേ സർവപാവശമനം ദേഹി ദദാഭയ ഹ്രീം ക്രീം നമ സ്വാഹ. ഇതിപ്പോൾ ചൊല്ലിയ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ 28 ദിവസം അത് പൂർത്തിയാക്കിയാൽ ഏത് കാര്യവും നനയ്ക്കുന്നത് അമ്മ നടത്തിത്തരും. അത്രയ്ക്കും ഫലദായകമാണ്, ഫലസിദ്ധിദായകമാണ് ഈ മന്ത്രം. ഇതിന് സുമുഖി കാളി ധ്യാനമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സുമുഖി കാളി മന്ത്രമെന്നാണ് പറയുന്നത്. ഏവരും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.